ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. വിഷുവിൻ്റെ തലേദിവസം നമുക്ക് എന്തൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടി വീഡിയോ ആണ്. അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ക്ലീനൊക്കെ ചെയ്തു, റൂമൊക്കെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ വിഷുവിന് വെക്കാനുള്ള ഐറ്റംസ്. പച്ചക്കറി കഴിക്കില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ ക്ലീനാക്കി വെച്ചു. ശേഷം എന്ത് ചെയ്തു, നമ്മൾ ടേബിൾ മേലാണ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് വിഷുക്കണിയുടെ. അങ്ങനെ വെളുപ്പിന് എനിറ്റു ഞാനും എൻ്റെ കസിനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ. കാലത്ത് എൻ്റെ ഇപ്പോൾ മമ്മി ഇതാ അടിപൊളി വിഷുക്കട്ട, നമ്മൾ തൃശ്ശൂർക്കാർ വിഷുക്കട്ട എന്നൊക്കെയാണ് പറയുക, മറ്റുള്ളവരെങ്ങനെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല. വിഷുക്കട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സാമ്പാർ, അവിയൽ, അച്ചാർ, കടലക്കറി. കൂടുതൽ ഡീറ്റെയിലായിട്ട് നമ്മളൊന്നും വെച്ചൊന്നുമില്ല. ഞാൻ കാലത്ത് തന്നെ വിഷുക്കട്ട ഉള്ളതുകൊണ്ട് വിഷുക്കട്ടയും കടലക്കറിയും കഴിച്ചു. നിങ്ങളുടെ നാട്ടിൽ എന്തായിരുന്നു വിഷുക്കട്ടയ്ക്ക് നിങ്ങൾ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ. അങ്ങനെ ടി വിയിൽ നന്ദനമൊക്കെ ഉണ്ടായിരുന്നു. വിഷുവിന് നന്ദനം കാണാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ മമ്മീനെ കൊണ്ട് വാഴയിലൊക്കെ വെട്ടിച്ചതാ, ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ കസിൻ്റെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ കൂടെ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച്. അവരിപ്പോൾ ഇവിടെ ഇല്ല, അവരവിടെയാണ്. അപ്പോൾ നാളെ എത്തും. അപ്പോൾ ബാക്കി വീഡിയോസ് നാളെ ഉണ്ടാവും. നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ഇഷ്ടമാട്ടോ പടക്കമൊക്കെ പൊട്ടിക്കണം. എന്നാൽ ജീവിതത്തിൽ നിൽക്കത്തുള്ളൂ. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചു, നല്ല രസമായിരുന്നു. അതിനുശേഷം എൻ്റെ അടുത്ത പരിപാടിയായ ഫുഡ് കടക്കൽ ചടങ്ങിലേക്ക് ഞാൻ കടന്നു. ഉച്ചക്കലത്തെ ഫുഡിന് കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി കുട്ടി കാര്യങ്ങൾ. നമ്മൾ പടക്കം പൊട്ടിക്കുക, ഫുഡ് കഴിക്കുക, കണിവിക്കുക, ഈ പരിപാടികളൊക്കെ ഉള്ളൂ നമുക്ക്. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വിഷ്.